കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പ്രഭാതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വി എന്ന ഈ ടെസ്റ്റ് മണി ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും സ്നേഹവന്ദനം പറയുന്നു. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ ജീവിതാനുഭവങ്ങൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് കാരണമായി തീരുന്നു എന്ന് അറിയുവാൻ കഴിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ് ചാനലിൽ കടന്നു വന്നിരിക്കുന്നത്. പാസ്റ്റർ കരുണാകരൻ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ചാനലിലേക്ക് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ സ്വാഗതം ചെയ്യുന്നു. മാരാമിൻ്റെ പ്രദേശത്തെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നിലകൊള്ളുന്നു. പ്രിയ കർത്തദാസൻ്റെ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവനെ ിലൂടെ കേൾക്കുന്നതായ ജീവിതാനുഭവങ്ങൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും അതേ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനും കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ വയ്ക്കട്ടെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ളതായ സമയങ്ങൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവനത് വിനിയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയാൽ ഈ ജോയ്സ് ടി വിയിൽ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വത്തിനായി തീരട്ടെ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയവൻ്റെ അനുഭവ സാക്ഷ്യം അല്പസമയം ഷെയർ ചെയ്യുവാൻ ഞാൻ ദൈവ കൃപയിൽ ആശ്രയിക്കുന്നു. ജോയ്സ് ടി വിയെ കുറിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ചാനലിൽ പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാരെ നേരിൽ പരിചയമില്ല എങ്കിലും എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച, എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായ പാസ്റ്റർ കെ ദാസ്, ഞങ്ങൾ ഒരുമിച്ച് ദീർഘനാളുകളായി ഞങ്ങളുടെ മിഷനറി യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മിഷനറി യാത്രയിലാണ് കെ ദാസുമായിട്ടുള്ള എൻ്റെ പരിചയ ബന്ധങ്ങൾ. ആ കെയർ ഓഫിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് ഈ സൂമിൽ സംബന്ധിക്കുവാൻ, ഈ ടി വിയിൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ എന്നെ ക്ഷണിച്ച പാസ്റ്റർ തോമസ് ജോർജിനോടും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോടുമുള്ള സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ മരുമകൻ ബിനു രഘുനാഥൻ്റെ സാക്ഷ്യം വളരെ അനുഗ്രഹമായി ഈ ചാനലിൽ കൂടെ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതനേക ആയിരങ്ങൾ കേൾക്കുവാനും വിശ്വാസ ജീവിതത്തിൽ അവർക്ക് ഉറയ്ക്കുവാനും കാരണമായി തീർന്നു എന്ന് പലരും എന്നെ വിളിച്ച് ആ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. എനിക്കും പറയാനുള്ളത്, ഞാനാകുന്നത് കൃപയാലാകുന്നു, ലഭിച്ചതല്ലാതെ എനിക്കൊന്നും ഇല്ല. ഞാൻ ജനിച്ചതും വളർന്നതും എടത്തുവായ്ക്കടുത്ത് തലവടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. എൻ്റെ പിതാവ് കുഞ്ഞു ചെറുക്കൻ, അമ്മ പെണ്ണമ്മ, ദാനമായി കൊടുത്ത 6 മക്കൾ. ഞാൻ 4ാമത്തവനായി ജനിക്കുവാനിടയായി. 3 പെണ്ണും 3 ആണും.
എൻ്റെ ബാല്യകാലം ഞാൻ ഓർക്കുമ്പോൾ ജനിച്ചതും വളർന്നതും ഒരു ചാരായ ഷാപ്പിലായിരുന്നു, മദ്യഷാപ്പ്. ഓർമ്മയായ കാലം മുതൽ സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത എൻ്റെ അമ്മ, വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാത്ത എൻ്റെ സഹോദരിമാർ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, എൻ്റെ അനുജൻ, ഇങ്ങനെ ഞങ്ങൾ വളരെ വേദനയോടെ ആ ഭവനത്തിൽ വളരുവാനിടയായി. അല്പം അറിവൊക്കെ ആയപ്പോൾ അമ്പലങ്ങളിൽ, തീർത്ഥയാത്രകളിൽ ഒക്കെ വിശ്വാസ ജീവിത പ്രമാണത്തിൽ ജീവിക്കുവാൻ എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായി. അതിൻ്റെ കാരണം ദൈവത്തെ അറിയാൻ ഉള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാകുക. ബൈബിളിലൊരു വാക്യമുണ്ട്, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. അതൊക്കെ പിന്നത്തേതിലാണ് എനിക്ക് ബോധ്യമായത്. ഞാൻ മുടങ്ങാതെ ദേവാലയങ്ങളിൽ പോകുന്നു, ഞായറാഴ്ച അമ്പലങ്ങളിൽ പോയി കീർത്തനങ്ങൾ പഠിക്കുന്നു, അമ്പലവാസിയായി ഞായറാഴ്ച എൻ്റെ ജീവിതമായി തീരും. പക്ഷെ ഞാൻ മടങ്ങി വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ സമാധാനമില്ല. എൻ്റെ വീട്ടിൽ ചാരായം കുടിക്കുവാൻ ആൾക്കാർ വരുന്നു. അതൊഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. മദ്യപാനവും ആ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ഇന്നും മദ്യപിക്കുന്ന ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം തകരുകയാണ്. ഞാൻ അതിന് വിരോധമായി, എതിരായി ഇന്നും പ്രസംഗിക്കുന്നയാളാണ്. ദേശത്ത് മദ്യപാനികളോട് നിങ്ങളുടെ കുടുംബം തകരുവാൻ മദ്യപാനത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുമെന്നാണ് കഴിഞ്ഞ നാളുകളായി ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹൃദയം തകർന്ന സന്ദർഭത്തിൽ നാമജപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അമ്പലത്തിൽ പോയിട്ടും ഒന്നും എൻ്റെ വീട്ടിൽ സമാധാനമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു ദിവസം സന്ധ്യനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഈശ്വരൻ ഒരാളുണ്ടെങ്കിൽ അതാരാണ് എന്നെനിക്കറിയണം. എൻ്റെ അടുത്തിരുന്ന അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാനിന്ന് നാമം ജപിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ മുറ്റത്തിറങ്ങി. മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഈശ്വര, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായൊരു ദൈവമുണ്ടെങ്കിൽ അതാരാണെന്ന് എന്നെ അറിയിക്കണം. അതിനുശേഷമേ ഇനി അമ്പലത്തിൽ പോകത്തുള്ളെന്നും നാമം ജപിക്കത്തുള്ളെന്നും നേർച്ച കാഴ്ചകൾ കൊടുക്കത്തുള്ളെന്നും ഒരു തീരുമാനം എൻ്റെ ഹൃദയത്തിലെടുത്തു. പിറ്റേ ദിവസം പതിവ് പോലെ തലവടി TMD ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് ഞാൻ രാവിലെ സ്കൂളിൽ പോയി മടങ്ങി വരുന്നു. അന്ന് നാമം ജപിക്കുവാൻ അവരുടെ കൂടെ ഇരുന്നില്ല. പിറ്റേ ദിവസവും ഞാൻ സ്കൂളിൽ പോയി എൻ്റെ സഹപാഠികളോടോ അധ്യാപകരോടോ ഞാൻ സംസാരിക്കുന്നില്ല. ഞാനൊരു മൂകനായി ഏകാന്തത അനുഭവിക്കുവാൻ ആരംഭിച്ചു. സ്കൂൾ വിട്ടാൽ ഇന്റർവെൽ ടൈമിന് പോലും വെളിയിൽ പോകാതെ എവിടെങ്കിലും ഞാൻ മൗനമായിട്ടിരിക്കും. പ്ലേ ഗ്രൗണ്ടിൽ പോകത്തില്ല, മറ്റാരുമായിട്ട് ഇടപെടത്തില്ല. എനിക്കൊരു മൂകത,
ഒരു മ്ലാനത. എൻ്റെ അധ്യാപകർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എൻ്റെ സഹപാഠികൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചയും അമ്പലത്തിൽ മുടങ്ങാതെ ചെല്ലുന്ന, ഹരിനാമ കീർത്തനം ചെയ്യുന്ന എന്നെ കാണാത്തിട്ട് എൻ്റെ അമ്പലവാസികളായ പ്രിയപ്പെട്ടവർ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വരാൻ തുടങ്ങി. എന്നെ കർണൻ എന്നാണ് വിളിക്കുന്നത്. കർണൻ എന്തു പറ്റി? അവനെ കാണുന്നില്ല. അവരെല്ലാം അന്വേഷിച്ചു. എൻ്റെ പാസ്റ്ററെ, ഏകദേശം 1 മാസം ഞാൻ ഒരു സ്വസ്ഥതയില്ലാത്തവനായി ഇങ്ങനെ ജീവിക്കുവാൻ തുടങ്ങി. അന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, എൻ്റെ ക്ലാസ്സിലല്ല, ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, TMD ഹൈസ്കൂളിൽ പഠിക്കുന്ന ഉമ്മൻ വർഗീസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, കരുണാകര, ഇന്നൊരു പ്രാർത്ഥനയുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. എൻ്റെ ഉള്ളത്തിൽ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, മുമ്പരീസ് ഞാൻ വരാം, പക്ഷെ ഞാൻ തന്നെ വരത്തില്ല, എൻ്റെ കൂട്ടുകാരുണ്ട്, അവരെ കൂടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചോളാൻ പറഞ്ഞു. ഒരു ഹരിദാസ്, ഒരു രാജപ്പൻ, ഒരു വിജയൻ, എന്നെ വിളിച്ച ഉമ്മൻ വർഗീസ്, ഞങ്ങളൊരു 4-5 പേര് TMD ഹൈസ്കൂളിൽ നിന്ന് കത്തനാരുപറമ്പിൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ, അന്ന് തിരുവല്ല മർത്തോമ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ, ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ, ഒരു പക്ഷേ നിങ്ങൾ അറിയും അവരെ, ഒരു രാജു എബനേസർ, രാജു കത്തനാര്, തോമസ് വർഗീസ്, ജെയിംസ് തുടങ്ങിയ തലവടി പ്രദേശത്തു നിന്ന് ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട ഈ ചെറുപ്പക്കാർ കോളേജ് സമയം കഴിഞ്ഞ്, അന്നവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ് കത്തനാരുപറമ്പിലെ വീട്ടിൽ ഒരു കൊച്ചു മുറിക്കകത്ത് കരങ്ങളടിച്ചു പാട്ടുപാടി പ്രാർത്ഥിക്കുന്നു. സ്കൂൾ കോളേജിലെ കുട്ടികളെ ഇതിനകത്ത് സംബന്ധിപ്പാൻ വേണ്ടി അവർ ഉത്സാഹിക്കുന്നു. അങ്ങനെയാണ് എന്നെയും വിളിക്കുവാൻ വന്നത്. ഞാനവിടെ ചെന്നു. ഞങ്ങള് 4-5 പേരുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ശബ്ദം, ഞങ്ങളുടെ കാതുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ശബ്ദം, അന്യഭാഷ, വലിയ ബഹളമെന്നല്ലാതെ എനിക്കൊന്നും പറയാൻ അന്ന് കഴിയത്തില്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങ് വീട്ടിൽ പോയി. പിറ്റേ വ്യാഴാഴ്ചയും ഉമ്മൻ വർഗീസ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. കൂട്ടുകാരെ ചെന്ന് വിളിച്ചു, അവരാരും വന്നില്ല. എന്തിനാ വരുന്നത്? അവിടെ ഭയങ്കര ബഹളമാ, ഒന്നുമില്ലല്ലോ കേൾക്കാൻ. അന്യഭാഷയും ബഹളവും ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഭയങ്കര ആത്മപ്രവർത്തനമായിരുന്നു അവിടെ. കോളേജ് സ്റ്റുഡൻസിന്റെ മേൽ പരിശുദ്ധാത്മാ പകർന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇത് 1968 ഇങ്ങനെ ഞാൻ 2ാം പ്രാവശ്യവും പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. 3ാം പ്രാവശ്യം എന്നെ ഉമ്മൻ വിളിച്ചു. ഞാൻ അവിടെ പോയി. ഉമ്മൻ വർഗീസ് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ 3ാം പ്രാവശ്യവും പോയി. എനിക്കറിയണം ഒരു ദൈവമുണ്ടെങ്കിൽ ആരാണ്. ആ ആകാംക്ഷ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സത്യം കാണും, ഇല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ പ്രാർത്ഥിക്കത്തില്ലല്ലോ. എന്നെ ചിന്തിപ്പിച്ചത് 68 ഹിപ്പിസം തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാര് അവിടെ ഡ്രസ്സിനൊക്കെ വെൽബോട്ടൺ പാൻറ്റും ഒക്കെ ഇട്ട്, ഇറുകിയ ഷർട്ടും ഒക്കെ ഇട്ട്, മുടിയൊക്കെ നീട്ടി വളർത്തി, ദീക്ഷയും മീശയൊന്നും വടിക്കാതെ ഒരു പകുതി വട്ടായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആണേതാ പെണ്ണേതാ എന്നറിയാതെ അന്നാണ് ഈ കൃതാവൊക്കെ ഇറക്കിയത്. ഓർമ്മ കാണും ചിലർക്ക്, പ്രായമുള്ളവർക്ക് അത് ഓർമ്മ കാണും. ആ കാലഘട്ടങ്ങളിൽ ഇവരിങ്ങനെ ഹിപ്പികളായിട്ട് ജീവിക്കുമ്പോൾ, മുടി ചീകാതെ മുടിയൊക്കെ വളർത്തി ജീവിക്കുന്ന ഹിപ്പികളുടെ ഒരു കാലഘട്ടമായിരുന്നു 68, 69 ഈ കാലഘട്ടങ്ങൾ. ഞാൻ വിചാരിച്ചു, ചെറുപ്പക്കാരിങ്ങനെ ജീവിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരെന്നാ പ്രാർത്ഥിക്കാൻ കാര്യം, ഈ കോളേജ് വിദ്യാർത്ഥികൾ എന്നാ പ്രാർത്ഥിക്കാൻ കാര്യം? അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യം കാണും എന്നറിയാൻ ഞാൻ 3ാം വട്ടവും അവിടെ പോയി. 3ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ്
ആ വീട്ടിലെ ആരാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ തന്നു. ഈ പുസ്തകമല്ല, ഒരു പഴയ പുസ്തകം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയില്ല, വെളിപ്പാടുമില്ല, പുറന്താളുമില്ലാത്തൊരു പഴയ പുസ്തകം. ഈ പുസ്തകം തന്നിട്ട് പറഞ്ഞു, കരുണാകരൻ ഈ പുസ്തകം പോയി വായിക്കേ എന്ന് മാത്രം അവർ പറഞ്ഞു. ഞാൻ എൻ്റെ സ്കൂളിൽ വിട്ട് വരുന്ന വഴിയാണ്. സ്കൂളിൽ പോകുന്ന ആ ബുക്കും പുസ്തകവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ ഈ ബൈബിളും വെച്ചോണ്ട് ഞാൻ 3-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോകുന്നു. വീട്ടുകാർക്ക് അറിയത്തില്ല ഈ 3 ദിവസവും ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാര്യം വീട്ടുകാർക്ക് അറിയത്തില്ല. എൻ്റെ കയ്യിൽ ഈ ബൈബിളുണ്ട്. എൻ്റെ അമ്മയും ബാക്കി 5 പേരും നാമം ജപിക്കാനിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് നാമം ജപിക്കാതെ ഇരുന്ന ഞാൻ അന്ന് അവിടെ ഇരുന്നു. ഇവര് നാമം ജപിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദപുസ്തകം വായിക്കാൻ തന്നത് ഞാൻ എടുത്തു. ഞാൻ ഇങ്ങനെ ബൈബിൾ തുറന്നു. എനിക്ക് കിട്ടിയത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഞാൻ ഈ ബൈബിൾ എടുത്ത് ആദ്യം മുതൽ 1-ാം വാക്യം മുതൽ വായിക്കാൻ തുടങ്ങി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വേദഭാഗം എൻ്റെ ഹൃദയത്തെ വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ വായിച്ചു വന്ന് തുടങ്ങിയ വേദഭാഗത്ത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ഞാൻ അന്വേഷിക്കുന്നത് ആരെയാ? സത്യദൈവത്തെ. അപ്പൊ ദൈവം എന്ന് കേട്ടപ്പോൾ ഞാൻ പിന്നെയും വായിക്കുക, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. വായിക്കുന്നതെല്ലാം ദൈവം ദൈവം. ഞാൻ അന്വേഷിക്കുന്ന ദൈവമാണോ എന്നറിയാൻ ഞാൻ ഇങ്ങനെ വായിച്ചു വന്നു. അപ്പോൾ വായിക്കുന്ന സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഞാൻ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചത് എന്താ? ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആരാണെന്ന് എന്നെ അറിയിക്കണം. എൻ്റെ ദൈവമേ, ഞാൻ അന്വേഷിച്ച ആ ദൈവം 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 എന്ന് വായിച്ചു വന്നപ്പോൾ പിന്നെയും വായിച്ചു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ വായിച്ചു വന്ന് 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വാക്യം എൻ്റെ ഹൃദയത്തിന് അകത്ത് മാംസ പലകയിൽ എഴുതി എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഏവർക്കും, അവിടെ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല, മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ല, സകല മാനവജാതിക്കും വേണ്ടി സ്തോത്രം. ഉളവായ യേശു കർത്താവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യദൈവത്തെ കണ്ടെത്തി എന്നുള്ള ബോധം എന്നെ ഭരിക്കുവാനിടയായി. യേശു കർത്താവ് എനിക്കും വേണ്ടിയാണല്ലോ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എന്നെൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിപ്പാനിടയായി. പാസ്റ്ററെ, 4-ാമത്തെ പ്രാവശ്യം
ഞാൻ ആ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ വേദപുസ്തകവും എൻ്റെ സ്കൂളിലെ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകവും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അത് കഴിഞ്ഞ് 4-ാം പ്രാവശ്യം ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിപ്പാനിടയായി. ഞാൻ അവിടെ കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറുപ്പക്കാരെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരും പറയാതെ പാപബോധമുണ്ടായിട്ട് ഞാൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എനിക്കെന്താ പാപബോധം? എൻ്റെ ബാല്യകാലത്ത് ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ സമയത്ത് ഈ ചാരായം കുടിക്കാൻ വരുന്നവർക്ക് കൊടുത്തു വാങ്ങിക്കും കിട്ടുന്ന പൈസ അല്പമൊക്കെ മോഷ്ടിച്ച് പിതാവ് കാണാതെ എടുത്ത് മാറ്റിവെച്ച് സിനിമ കാണും. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ സാധിക്കും. അച്ചായൻ വലിച്ചു കളഞ്ഞ് ബീഡി കുറ്റി എടുത്ത് കാണാതെ വലിക്കും. അയ്യോ, ഇതൊക്കെ പാപമാണല്ലോ, കള്ളം പറയുന്നത് പാപമാണല്ലോ, കള്ളം ചെയ്യുന്നത് പാപമാണല്ലോ എന്നുള്ള പാപബോധം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. പാപബോധം തരുന്ന യേശു കർത്താവ് ഞാനൊരു പാപിയാണെന്ന് എനിക്ക് ബോധം വരുവാനിടയായപ്പോൾ ആ 4-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നോട് അവർ ചോദിച്ചു, കരുണാകരൻ എന്താ? ഞാൻ അവിടുന്ന് കരഞ്ഞോട് പറഞ്ഞു, എനിക്ക് യേശുവിനാ ജീവിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാര് രാജു കത്തനാര്, ആമേൻ, ജെയിംസ് ആയര്, അതുപോലെ തന്നെ സ്തോത്രം രാജു എബനേസർ, ആമേ, പാസ്റ്റർ തോമസ് വർഗീസ്, ഇന്നവരൊക്കെ പാസ്റ്റേഴ്സാണ്, വന്ന് എൻ്റെ തലമേൽ കൈവച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പാസ്റ്ററെ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. എൻ്റെ ഉള്ളത്തിൽ വലിയ സന്തോഷമായി. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. യേശു കർത്താവിൻ്റെ ഉള്ളിൽ വന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാൻ ഞാൻ ദൈവവൈതലായി തീർന്നു എന്നുള്ള ബോധം എന്നെ ഭരിക്കുവാനിടയായി. എൻ്റെ ഹൃദയ സന്തോഷം എനിക്ക് അടക്കാൻ മേല. അപ്പോഴും സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാ, ബുക്കും പുസ്തകവും കയ്യിലുണ്ട്, ഈ വേദപുസ്തകവും കയ്യിലുണ്ട്. ഞാനൊരു അടുക്കി പിടിച്ചോണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നടക്കാൻ മേല. 1.5 കിലോമീറ്റർ വേണം വീട്ടിൽ ചെല്ലാൻ. ഞാൻ അവിടുന്ന് നടക്കുകയല്ല, ഞാൻ ഓടുക. എന്തിനാണെന്നറിയാമോ ഞാൻ ഓടിയത്? എനിക്ക് വീട്ടിൽ ചെന്ന് പറയണം, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ ദൈവത്തെ അനുഭവിച്ചു, സത്യദൈവം ഏതാണെന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച ദൈവം ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവമുണ്ടെങ്കിൽ അതാരാണെന്ന് എന്നെ അറിയിക്കണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി ഓടി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പിതാവ് പാടത്തുനിന്ന് പണിയും കഴിഞ്ഞ് കയ്യേലും കാലേലും ഒക്കെ ചേറും ചെളിയും ഒക്കെ ഉണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു. ആമേൻ, സ്തോത്രം. ഓടിച്ചെന്ന് അച്ചായൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞു, അച്ചായാ, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അയ്യോ, ഈ പദം എനിക്ക് ഇന്ന് അത്ഭുതം തോന്നുക. ഞാൻ ഈ 4 ദിവസം കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ള പദം എങ്ങനെ പഠിച്ചു? ഈ പ്രാർത്ഥനയിൽ അവർ പറഞ്ഞു കേട്ട വചനമാ. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചായാ, ഞാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു, ഞാൻ ഇന്നു മുതൽ യേശുവിനായിട്ട് ജീവിക്കാൻ പോകുക. അച്ചാൻ ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കി നിൽക്കുക. ഇവനെന്ത് പറ്റി? 1 മാസമായി ആരോടും മിണ്ടാതിരിക്കുന്ന, മ്ലാനപരനായ, അമ്പലത്തിൽ പോകാതിരിക്കുന്ന, നാമം ജപിക്കാതിരിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ വ്യത്യാസം കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ അത്ഭുതം തോന്നി. ഞാൻ ഓടി അടുക്കളയിൽ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്നു മുതൽ യേശുവിനായിട്ട് ജീവിക്കാൻ പോകുക. അമ്മയ്ക്കും ഒന്നും മനസ്സിലായില്ല. സന്ധ്യയായി. അവർ നാമം ജപിക്കാനിരുന്നു. അവർ നാമം ജപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വേദപുസ്തകം എടുത്ത് പിന്നെയും വായിച്ചു. ഉറക്ക വായിച്ചു. ഒരധ്യായം ഉറക്ക വായിച്ചു. എനിക്ക് ഇന്നും അത്ഭുതം തോന്നുക, 2 പാട്ടിന്റെ അടികൾ എൻ്റെ ഓർമ്മയിൽ വന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ ചുറ്റുപാടുകൾ മിക്കവാറും ക്രിസ്ത്യാനികളാണ്. അവരാരും എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഇത് സത്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ, സമുദായക്കാരല്ലേ. അവർ പള്ളിയിൽ പോകുന്നു, ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അവർ സന്ധ്യയ്ക്കും, എല്ലാ സന്ധ്യയ്ക്കും ഉറക്കെ പാട്ടുപാടി പ്രാർത്ഥിക്കും. അത് ഞങ്ങൾക്ക് കേൾക്കാം. ഞായറാഴ്ച രാവിലെ ചോറ് കോർത്ത് ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ഞങ്ങളുടെ തോടിന്റെ ഈടിക്ക് ഞാൻ ഇരിക്കും. ഞായറാഴ്ച രാവിലെ അല്ലേ അവധി. അന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ അക്കരെ മർത്തോമാക്കാട് ഒരു സൺഡേ സ്കൂളുണ്ട്, ഒരു മർത്തോമ സ്കൂളാണ്. ഞാൻ പഠിക്കുന്ന സ്കൂൾ തന്നെ. ആ സ്കൂളിൽ
മർത്തോമാക്കാരുടെ സൺഡേ സ്കൂൾ നടക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള തൂമ്പുങ്കലെ അവറാച്ച എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് ഈ കുഞ്ഞുങ്ങൾക്ക് 100-200 കുട്ടികളുണ്ട്. അന്നത്തെ സൺഡേ സ്കൂളിൽ പാട്ട് പാടിക്കൊടുക്കുന്ന പാട്ടാണ് കണ്ടാലും കാൽവരിയിൽ കുരിശിൻ ശിരസതിൻ ചാഞ്ഞുപരൻ കണ്ടിടുക പ്രിയനെ നിനക്കായി തൂങ്ങിയിടുന്നു മൂന്നാണികളിൽ. അപ്പൊ ഞാൻ ഇത് പാട്ട് കേട്ടോണ്ട് അവിടെ ഇരുന്ന് ഈ പാട്ടൊക്കെ ധ്യാനിക്കും. മൂന്നാണികളിൽ തൂങ്ങിയത് ആരാ? ഇതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കും. മാത്രമല്ല ആ പാട്ടിന്റെ കോറസ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതും അങ്ങ് പഠിച്ച് അവിടെ ഇരുന്ന് അങ്ങ് പഠിച്ചു. വീട്ടിൽ പാടത്തൊന്നുമില്ല, പഠിച്ചത് എൻ്റെ ഓർമ്മയെ വന്നു. ആ പാട്ട് മാത്രമല്ല, ഒരു പാട്ടുമുണ്ട്, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇപ്പൊ കുരിശിന്റെ പാത, ഇവർക്ക് ഇത് പാടിയപ്പോൾ ഞാന് ഹിന്ദു ആണെങ്കിലും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവറാച്ചാൻ ഇങ്ങനെ ആവർത്തിച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഇക്കരെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന് ഞാൻ പഠിച്ച പാട്ടാ. എൻ്റെ ഭാഷ എനിക്ക് അന്ന് അത്ഭുതം തോന്നി. ഇതെൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ വിചാരിച്ചു ക്രിസ്ത്യാനികൾ പാട്ട് പാടി പ്രാർത്ഥിക്കുക, ആദ്യം അവർ പാട്ട് പാടിയാ പ്രാർത്ഥിക്കുന്നത്. ഇതെൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും പാട്ട് പാടണം. എൻ്റെ ഭാഷയെ ആദ്യം കണ്ടാലും കാൽവരി ഉറക്കെ അങ്ങ് പാടി. അറിയാവുന്ന ഒറ്റ വരി അറിയത്തുള്ളൂ. രണ്ടാമത് അറിയാവുന്നത് പിന്നെ സിയോൺ സഞ്ചാരിയാ, അതങ്ങ് പാടി. അപ്പൊ കുറച്ചു നേരം പാടണമല്ലോ. പിന്നെയും കണ്ടാലും കാൽവരി പാടി, പിന്നെയും സിയോൺ സഞ്ചാരി പാടി. 1/2 മണിക്കൂർ കണ്ടാലും കാൽവരിയും ആമേൻ സിയോൻ സഞ്ചാരി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നാമജപം നിർത്തിയ എൻ്റെ സഹോദരങ്ങളും അമ്മയും എല്ലാവരും ഇങ്ങനെ വാ വിളിച്ചു നോക്കി നിൽക്കുക, ഇവനെന്തോ പറ്റി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ എൻ്റെ വീട്ടിൽ പ്രശ്നവും ആരംഭിച്ചു. എന്തിനാ ക്രിസ്ത്യാനിയാകുന്നേ? എന്തിനാ? അവര് പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നില്ല. എന്തിനാ മാപ്പിളയാകുന്നേ? നമ്മൾ ഏഴുവരല്ലേ, നമ്മൾ ഹിന്ദുക്കളല്ലേ, നമുക്ക് മതം മാറേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരാകുന്ന പരിശ്രമിച്ചു. പക്ഷെ ഞാൻ ഇതൊന്നും വകവെക്കത്തില്ല. വെള്ളിയാഴ്ച സ്കൂള് വീട്ടിൽ വരും, ബുക്കും പുസ്തകം അങ്ങോട്ട് വെക്കും, നേരെ ബൈബിള് എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പ്രാർത്ഥനാ വീട്ടിലേക്ക്. വെള്ളി, ശനി, ഞായർ, വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥന, ശനിയാഴ്ച രാവിലത്തെ ഭവന സന്ദർശനം, ശനിയാഴ്ച വൈകിട്ട് 4 മണിയാവുമ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാവരും കൂടെ എല്ലാ കവലകളിലും പോയി, എല്ലാ പീഡിക തിണ്ണകളിലും പോയി 4 പേര് കൂടുന്നിടത്തു നിന്ന് പരസ്യയോഗം ഞങ്ങളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. അന്ന് തുടങ്ങിയ സാക്ഷ്യം പറഞ്ഞില്ല. സ്തോത്രം. എൻ്റെ പാസ്റ്ററെ, ആ പരസ്യവും കഴിഞ്ഞ് രാത്രിയിൽ ഒരു കാത്തിരിപ്പ് യോഗമുണ്ട്. ശനിയാഴ്ച വൈകിട്ട് അഭിഷേകം പ്രാപിപ്പാനുള്ള ചെറുപ്പക്കാരുടെ കാത്തിരിപ്പ് യോഗം. അങ്ങനെയാണ് തലവടിയിലെ ദൈവസഭയുടെ ആരംഭകാലങ്ങളാണത്. കൃപയാൽ ആ ചെറുപ്പക്കാരെല്ലാം, ആ സ്കൂളിൽ പഠിച്ചവരൊക്കെ അനേകര് ഇന്നും കർത്താവിന്റെ വേലയിലാണ്. ചിലരൊക്കെ നിത്യതയിൽ പ്രവേശിച്ചു. എൻ്റെ ആത്മീയ ഗുരുവായ പാസ്റ്റർ തോമസ് വർഗീസ് അല്ലെങ്കിൽ തലവടി കുഞ്ഞുമോൻ മസ്കറ്റിൽ വെച്ച് കോവിഡ് സമയത്ത് നിത്യതയിൽ പ്രവേശിപ്പാനിടയായി. ബാക്കി എല്ലാവരും തന്നെ ഇന്ന് കർത്താവിന്റെ വേലയിൽ അധികമായി ശോഭിക്കുന്നവരാണ്. സുവിശേഷത്തിന്റെ തലവടി ദൈവസഭയുടെ ആരംഭ കാലങ്ങൾ, അന്ന് ഞങ്ങൾക്ക് സഭാഹോളൊന്നുമില്ല. തലവടി പാസ്റ്റർ തോമസ് വർഗീസിന്റെ കുഞ്ഞുമോനിച്ചായന്റെ വീട്ടിൽ അവർക്ക് അന്ന് തെങ്ങുംതോപ്പ് ധാരാളമുള്ള ഒരു തേങ്ങാക്കൂടെന്നായിരുന്നു അവരുടെ വീട്ടിന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വീട്ടിലായിരുന്നു സഭായോഗം പോലും. അത്ര അനുഗ്രഹിക്കപ്പെട്ട, കർത്താവിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച, സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ച ആ ഭവനത്തിൽ യേശു കർത്താവിനെ ആരാധിപ്പാനിടയായി. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ്, ശനിയാഴ്ചത്തെ കാത്തിരിപ്പ് യോഗം കഴിഞ്ഞ്, ഞായറാഴ്ചത്തെ സൺഡേ സ്കൂളും സഭായോഗം കഴിഞ്ഞ് ആ വീട്ടിലെ കൊച്ചാമൂട്ടിലെ അമ്മച്ചി എനിക്ക് വയറ് നിറച്ച ആഹാരവും തരും. അങ്ങനെ തൃപ്തനായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വെള്ളി, ശനി, ഞായർ
എവിടെ ആയിരുന്നടാന്ന് ചോദിച്ച് എൻ്റെ പിതാവ് വടിയെടുക്കും, അടിക്കും, അമ്മ വഴക്ക് പറയും. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ ഞാൻ എൻ്റെ പ്രാർത്ഥനയും കൂട്ടായ്മയും പരസ്യയോഗങ്ങളുമായി ഈ ചെറുപ്പക്കാരോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാനിടയായി. ഞാൻ പറയട്ടെ, ആ കാലഘട്ടങ്ങളിൽ ലഭിച്ച ആത്മീയ കൂട്ടായ്മയുടെ സന്തോഷം അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയായി. ഞാൻ സാധാരണ സൂമിൽ പറയാറുണ്ട്, കൂട്ടായ്മയ്ക്ക് അവസരം ലഭിച്ചാൽ നഷ്ടമാക്കരുത്. സ്തോത്രം. ഒരു ദുഃഖിതനെ കണ്ടാൽ, വിഷണ്ണ മനസ്സായിട്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ, ഒരു പ്രാർത്ഥനയ്ക്ക് ഉമ്മൻ വർഗീസ് എന്നെ വിളിച്ചതുപോലെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പോകുവാൻ നിങ്ങൾ മടിക്കരുത്. എന്നെ പോലെ എത്ര കരുണാകരനും എത്ര ഗോപാലനും എത്ര മീനാക്ഷിയുമൊക്കെ ഇന്നും യേശുവിനെ അറിയാതെ കിടക്കുന്നു. യേശുവിനെ അറിഞ്ഞ നമ്മൾ അവരെ വിളിച്ചില്ലെങ്കിൽ ആര് പിന്നെ അവരെ വിളിക്കും? എന്നെ ഉമ്മൻ വർഗീസ് വിളിച്ചിട്ടല്ലേ ഞാനിന്ന് പോകുവാനിടയായത്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 50-ൽ പരം വർഷമായി ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നു. കൃപ, കൃപ, കൃപ. അങ്ങനെ എൻ്റെ ബാല്യകാലം, പാസ്റ്റർ, എൻ്റെ ബാല്യകാലം ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അനുഭവത്തിൽ വളർന്നു വരുവാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ അന്ന് മദ്രാസിൽ ജോലി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ SSLC പാസ്സായപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ ഇഞ്ഞു പോരെ, മദ്രാസിൽ ജോലി കിട്ടും, ഇഞ്ഞു പോരെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചു എന്നൊരു ബോധം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി. ആരോടും പറഞ്ഞില്ല, ആരോടും അനുവാദം ചോദിച്ചില്ല. ഞങ്ങളുടെ ആത്മീയ ഗുരുവായ പാസ്റ്റർ തോമസ് വർഗീസ് അന്ന് സഭയുടെ പാസ്റ്ററാണ്, തലവടി ദൈവസഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകണം. അദ്ദേഹം പ്രാർത്ഥിച്ച് എന്നെ കോട്ടയം വടവാതൂര് ശാലയം ബൈബിൾ സ്കൂൾ, അന്ന് ബൈബിൾ സ്കൂളാണ്, പാസ്റ്റർ PM ഫിലിപ്പ് സാറിൻ്റെ അവിടെ അയക്കപ്പെടുവാനിടയായി. അങ്ങനെ കൃപയാൽ 2 വർഷക്കാലം അവിടെ തിരുവചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. 3-ാം വർഷം പാസ്റ്റർ TG ഉമ്മത്തനപ്പച്ചൻ എന്നെ കുമ്മനാട് ഹെബ്രോനിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ അധ്യാപകർക്കും, പാസ്റ്റർ PM ഫിലിപ്പ് സാറിനും TG ഉമ്മത്തനപ്പച്ചനും ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ വളരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. TG ഉമ്മത്തനപ്പച്ചൻ എന്നെ ഹെബ്രോനിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് ഞാൻ ഹെബ്രോനിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം, ആദ്യമായി ബൈബിൾ സ്കൂളിൽ നിന്ന് ഞാനും എൻ്റെ കൂടെ പഠിച്ച ഒരു ചാണ്ടി ജോൺ, ഞങ്ങൾ ബാബുജി എന്ന് വിളിക്കും, എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ബൈബിൾ സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങൾ നേരെ മിഷനറി യാത്രയ്ക്ക് അങ്ങ് പോവുകയായിരുന്നു. വീട്ടിലോട്ടല്ല വന്നേ, നേരെ തൃശ്ശൂര് ആമച്ചൽ എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ കർത്താവിൻ്റെ വേലയിലായിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടേക്കാണ് ആദ്യമായിട്ട് മിഷനറി യാത്രയ്ക്ക് വേണ്ടി പോകുന്നത്. കൃപയാൽ കൃപയാൽ അന്നു മുതൽ ഇന്ന് വരെ ഈ മിഷനറി യാത്ര തുടരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടുകാർ വളരെ എതിരായിട്ട് നിന്നു. പക്ഷെ ഞാൻ വീട് വിട്ടുപോയില്ല. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്കൂൾ പഠനമൊക്കെ പൂർത്തീകരിപ്പാനിടയായത്. കാരണം എൻ്റെ വീട്ടുകാരോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ യേശുവിനെ അറിയിപ്പാൻ തുടങ്ങി. എൻ്റെ ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ എന്നെ വിശ്വാസ ജീവിതത്തിൽ പിന്തിരിപ്പിക്കുവാൻ ഒത്തിരി പരിശ്രമിച്ചു. എൻ്റെ പിതാവ് ഒരു മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ വീട്ടിൽ വന്നു. ഒരു മന്ത്രവാദി, അന്ന് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ലോകം ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഈ മന്ത്രവാദി വൈകിട്ട് 5 മണി മുതൽ വെളുപ്പിന് 3 മണി വരെ ഇരുന്ന് മന്ത്രം ജപിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം ഉറങ്ങാതെ നിൽക്കുക. എൻ്റെ അമ്മയും 6 പേരും മക്കളും എൻ്റെ ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ട്. എന്തിനാ മന്ത്രവാദിയെ വിളിച്ചോണ്ട് വന്നത്? എങ്ങനെയെങ്കിലും ഈ മന്ത്രവാദി മന്ത്രം ജപിച്ച് എന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം.
മന്ത്രവാദി വന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങി. വെളുപ്പിന് 3 മണിയായപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു, അദ്ദേഹം വരച്ച ഒരു കോളം, അതിനകത്ത് ഒരു വെറ്റിലയുടെ നാമ്പ് നുള്ളിയിടാൻ എന്നോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്, ഞാൻ യേശുവിൻ്റെ പൈതലാണ്, ഞാൻ ഇനി അത് ചെയ്യത്തില്ല. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, മന്ത്രവാദമൊക്കെ വീട്ടിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൊച്ചു കുടിലാണ് എൻ്റെ വീട്. ആ കട്ടളപ്പടിയിൽ ഇരുന്ന എൻ്റെ പിതാവ് ഒരൊറ്റ ചാട്ടം എൻ്റെ നേരെ, ഞാൻ ഒരൊറ്റ ഓട്ടം ഓടി. അടി കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു. അല്ല, എൻ്റെ പിതാവ് എന്നെ അന്ന് അടിച്ച് അതുപോലെ അടിക്കുക, ദേഷ്യക്കാരനാണ് എൻ്റെ പിതാവ്. ഞാൻ ഓടി എവിടെയൊക്കെ പോയിട്ട് 5 മണി ആയപ്പം മന്ത്രവാദി പോയെന്ന് വിചാരിച്ചാ വീട്ടിൽ വന്നേ. മന്ത്രവാദി 5 മണിക്കും മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീണ്ടും അവിടെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ അവരുടെ ഇടയിലോട്ട് കയറി ചെല്ലുകയും ഈ മന്ത്രവാദി പറഞ്ഞു, ഈ കുഞ്ഞ് ഈ വീടിനകത്ത് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം എൻ്റെ സേവാശക്തി അടുത്തു വരത്തില്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് മന്ത്രവാദി കെട്ടും കെട്ടി വീട്ടിൽ നിന്നിറങ്ങുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് എൻ്റെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലായി യേശു മാത്രമാണ് ദൈവമെന്ന്. എൻ്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കഴിഞ്ഞ 50-ൽ പരം വർഷമായി കരുണാകരൻ ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ ഏൽപ്പിച്ചതാണ് യേശു മാത്രം ദൈവം, യേശു മാത്രം ദൈവം. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. യേശു കർത്താവല്ലാതെ ലോകത്തിലൊരു മതഗുരുവും പറഞ്ഞിട്ടില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു കർത്താവല്ലാതെ ലോകത്തിലൊരു മതഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. എന്നെ ഏറ്റവും ആ കാലങ്ങളിൽ എന്നെ ബലപ്പെടുത്തിയ ഒരു പാട്ടാണ്, ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമേൻ മരണത്തെ ജയിച്ച, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കല്ലറയെ വിട്ടുണർത്തെഴുന്നേറ്റ യേശു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എന്തുകൊണ്ട്? കരുണാകരൻ പാസ്റ്റർ യേശുവിനെ പ്രസംഗിക്കുന്നു. എനിക്കെല്ലാ മതങ്ങളും ഞാൻ ഒരുപോലെ വിശ്വസിക്കുന്നു. ഒരു മതവും മറ്റൊരു മതത്തെക്കാൾ പ്രത്യേകതയുള്ളതല്ല. എല്ലാ മതങ്ങളും ഒന്ന് തന്നെ. ഞങ്ങളെ പഠിപ്പിച്ചതും അതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ സത്യമാണ് സത്യം. ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. ഒരു ദൈവമേ ഉള്ളൂ, ഏകദൈവം. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ ഈ എങ്ങനെ ഏത് ജാതിയോ മതമായി കൊള്ളട്ടെ, വെളുത്തവനോ കറുത്തവനോ കുബേരനോ കുചേലനോ ആരുമായിക്കൊള്ളട്ടെ, നന്നായാൽ മതി, നന്നായാൽ മതി. നന്നാകാനുള്ള മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കണ്ടാലും സകലതും പുതുതായി തീരുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ പാപമോചനം ലഭിച്ച
ആയിരങ്ങളെ നിങ്ങൾക്ക് കാണിക്കുവാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, മറ്റേതു ഗുരുവാണ് ഹല്ലേലൂയ തങ്ങളുടെ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ പറഞ്ഞത്? ഇല്ല, ലോകത്തിലൊരു മതഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം കൈക്കൊണ്ട ഒരു സമൂഹം, യേശുവിൽ വിശ്വസിക്കുന്നവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. ഈ ലോകത്തിൽ അവർക്ക് സമ്പത്ത് ഉണ്ടായെന്ന് വരത്തില്ല, അവർ ലോകത്തിൽ ഒത്തിരി നേട്ടം ഉണ്ടാക്കിയെന്ന് വരത്തില്ല. ആമേൻ. അത് വേണ്ട. അന്നന്നത്തേക്കുള്ള ആഹാരം തന്ന് പോറ്റി പുലർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാനിടയായി. പക്ഷേ അന്നത്തെ മന്ത്രവാദി വന്നു പോയപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ മനസ്സിലാക്കി യേശുവാണ് ദൈവമെന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അതേ കടവിൽ എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ദൈവമിടയാക്കി. സ്തോത്രം. ആമേൻ. എൻ്റെ അനുജൻ യേശുവിനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ച് അവൻ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ പെങ്ങൾ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനേകരെ കർത്താവിന് വേണ്ടി ദൈവം വിളിക്കുവാനിടയായി തീർന്നത് ആ ഭവനത്തിൽ പ്രതിസന്ധികളും കഷ്ടങ്ങളും എതിർപ്പുകളും സഹിച്ചുകൊണ്ട് ഞാൻ അവിടെ താമസിച്ചപ്പോൾ ഈ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലായി. കാരണം ഞാനിപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നു. പക്ഷേ എല്ലാം അനുസരിക്കത്തില്ല. അന്ന് ഞാൻ ചാരായം അതുവരെ വരുന്നവർക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഈ ചാരായം ഇവിടെ നിർത്തിയില്ലെങ്കിൽ, എൻ്റെ അച്ചായനോട് പറഞ്ഞു, മാൻഡിൽ കത്തി എരിയുന്നത് പോലെ ചാരായം കുടിക്കുന്നവന്റെ കരള് ഉരുകുമെന്ന് പറഞ്ഞു. അപ്പോഴും പിതാവ് അടിക്കാൻ വന്നു. പക്ഷേ കൃപയാൽ കാലക്രമേണ ഞാൻ ആ ഭവനത്തിൽ താമസിച്ചു. എൻ്റെ ജീവിതത്തിന്റെ വഴികൾ കണ്ട് എൻ്റെ ഭവനത്തിൽ നിന്ന് മദ്യഷാപ്പ് എന്നേക്കുമായി മാറ്റുവാൻ ദൈവം സഹായിച്ചു. ചാരായം ഉണ്ടാക്കാതായി. ആ കൊച്ചുകുടിലിൽ എൻ്റെ പിതാവിൻ്റെ സഹായത്തോടുകൂടെ ഞങ്ങൾ ഒരു ചരിപ്പിറക്കി. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മുറി അതിനകത്ത് ഇറക്കിയിട്ട് എൻ്റെ സഭയിലെ പാസ്റ്റർമാരെയും ആമേൻ യൗവനക്കാരെയും ഒക്കെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു സാറ്റർഡേ ബൈബിൾ സ്കൂൾ തുടങ്ങണം, ബൈബിൾ ക്ലാസ് തുടങ്ങണം. ഞായറാഴ്ചത്തെ സൺഡേ സ്കൂളിന് പകരം ശനിയാഴ്ച എൻ്റെ വീട്ടിൽ ആ ചാരായ ഷാപ്പിൽ സാറ്റർഡേ സ്കൂൾ ആരംഭിക്കാൻ തുടങ്ങി. തലവടി പ്രദേശത്തുള്ള അനേക ചെറുപ്പക്കാർ അവരുടെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ അവിടേക്ക് അയച്ചു. തലവടിയിലെ സഹോദരന്മാർ വന്ന് പഠിപ്പിച്ചു. എൻ്റെ പാസ്റ്ററെ, ഇന്ന് അവരിൽ പലരും ഇന്ന് കർത്താവിൻ്റെ വേലയിലും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരും കർത്താവിൻ്റെ വേലയിൽ ചുമല് കൊടുക്കുന്നവരുമാണ്. കൃപ അത് തന്നെയാണ് മാരാമണ്ണ് വന്ന് ഞാൻ ആരംഭിച്ചത്. 1977 എൻ്റെ ബൈബിൾ സ്കൂൾ പഠനത്തിനൊക്കെ ശേഷമായി ആമേൻ എഴുമറ്റൂര് ചില മാസങ്ങൾ അല്ല 2 വർഷത്തോളം ഞാൻ അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. എഴുമറ്റൂര് ജോസഫ് സാറും അമ്മണി ടീച്ചറും ഉണ്ടായിരുന്നു. ഇന്ന് അവർ 2 പേരും നിത്യതയിൽ പ്രവേശിച്ചു. അവരുടെ മക്കൾ 2 പേര്, ജെസി, സിസി. അതിൽ ഒരു മോള്, ഇളയ മകള് ക്യാൻസർ രോഗത്താൽ അമേരിക്കയിൽ വെച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2ാമത്തെ മകള് ഇന്നും അമേരിക്കയിൽ അറ്റ്ലാന്റയിലുണ്ട്. പാസ്റ്റർ നമ്മുടെ PAV സാമിന്റെ മരുമകളാണ്. അവരൊക്കെ ആ കുടുംബത്തിൽ ഞാൻ അവിടെ സഭായോഗം 2 വർഷത്തോളം നടത്തുവാൻ എൻ്റെ ആരംഭ പ്രവർത്തനം അവിടെയാണ്. അതിനുശേഷമാണ് സ്തോത്രം കാവുംഭാഗം മേരുകോവൂർ ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിലാണ് രക്ഷിക്കപ്പെട്ടതും അവിടെയാണ് സ്നാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. 1969 ശനിയാഴ്ച ഒരു ദിവസമാണ്. 1969 നവംബർ 29 ശനിയാഴ്ച 4 മണിക്ക് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PC ചാക്കോയുടെ കൈക്കീഴിൽ കാവുംഭാഗം ദൈവസഭയുടെ ബന്ധത്തിൽ
അവിടെ സ്നാനപ്പെടുവാനിടയായി. അന്ന് തലവടി ദൈവസഭയും കൗഭാഗം ദൈവസഭയും എല്ലാം കോവൂരെ ബാബുച്ചാനും മേരി കോവൂരുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിലായിരുന്നുകൊണ്ട് അന്ന് മുതൽ ഞങ്ങളെ ആത്മീയമായി വളർത്തിയെടുത്തതും വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്നതും എല്ലാം ബാബുച്ചാനും കൊച്ചമ്മയും ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടായ്മയുടെ ബന്ധത്തിലായിരുന്നു. അങ്ങനെ ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ജീവിച്ച് വിശ്വാസ ജീവിതത്തിൽ അനേക വിശ്വാസ ജീവിതം പഠിക്കുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ 69 സ്നാനപ്പെട്ടു. അന്ന് എൻ്റെ കൂടെ സ്നാനപ്പെട്ട ഏതാണ്ട് 55 പേരോളം ഉണ്ടായിരുന്നു. 55 പേരോളം സ്നാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയത്തില്ല. ഇന്നും കോവൂരെ ആ ആത്മീയ കൂട്ടായ്മയുടെ ബന്ധത്തിൽ കഴിഞ്ഞ 4 വർഷം അവരുടെ സഭയുടെ ആ സഭകളുടെ ചുമതല വഹിപ്പാൻ കർത്താവ് സാവകാശം തന്നു. ഇപ്പോൾ ഞാൻ മാരാമണ്ണ ദൈവസഭയിലെ ആയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 77 വന്നതാണ്. ഏതാണ്ട് 49 വർഷമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ഭാര്യ ഓമന, പുനലൂര് പാസ്റ്റർ PN സക്രിയ, ആ ദൈവദാസനൊക്കെയാണ് അന്ന് എനിക്ക് വേണ്ടി വിവാഹ ആലോചനകളും കാര്യങ്ങളും ഒക്കെ നടത്തുവാനിടയായത്. ആ സന്ദർഭങ്ങളിൽ ഞാൻ അനേക ദൈവദാസന്മാർക്ക് പ്രസംഗം ഏറ്റുപറയുന്ന ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. മേരി കോവൂരിന് ഒത്തിരി പ്രാവശ്യം പ്രസംഗം ഏറ്റുപറയുമായിരുന്നു. PM ഫിലിപ്പ് സാറിന്, പാസ്റ്റർ KK ചെറിയാച്ചന്, PA തോമസ് അപ്പച്ചന്, അപ്പച്ചനല്ല പാസ്റ്റർക്ക്, അതുപോലെ TG ഉമ്മച്ചൻ അപ്പച്ചൻ, ആ കാലഘട്ടങ്ങളിൽ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. അന്ന് സ്തോത്രം, അദ്ദേഹത്തിന് ശുശ്രൂഷകൾ ആ സമയത്ത് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് എന്നെ കൂടെ ആ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ പാസ്റ്റർ PM ഫിലിപ്പ് സാറ് എവിടെ പോയാലും, കണ്ണൂര് ഷൊർണൂരൊക്കെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോയി എനിക്ക് സാക്ഷ്യത്തിന് അവസരം തരുമായിരുന്നു. കൃപയാൽ പാസ്റ്ററെ അന്നത്തെ പിതാക്കന്മാരായ ദൈവദാസന്മാർ വളർത്തിയെടുത്ത് അവിടെ കൂടെ നിന്ന് പഠിച്ച് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ കായ്ക്കീഴിലിരുന്ന് വചനം പഠിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. TG ഉമ്മച്ചൻ അപ്പച്ചൻ പഠിപ്പിക്കുന്ന കാലത്ത് വടവാതൂര് അപ്പച്ചനെ എന്ന് ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് അപ്പച്ചന് കുളിക്കാൻ സഹായിക്കണം. കുളി എല്ലാം കഴിഞ്ഞിട്ട് അപ്പച്ചന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് അപ്പച്ചനെ കടുകെണ്ണ ഇടണം. ശരീരം മുഴുവൻ കടുകെണ്ണ ഇടണം. ഞാൻ ശരീരം മുഴുവൻ കടുകെണ്ണ ഇട്ട് ഇങ്ങനെ തിരുമി വടവാതൂര് വെച്ച് അപ്പച്ചൻ ഉറങ്ങുന്നിടം വരെ ഞാൻ ചെയ്യണം. ആ സമയത്ത് ഞാൻ പറയാം, അപ്പച്ച എന്നാ വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആഹാ, നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് അവിടെ അപ്പച്ചൻ ഉറങ്ങുന്നിടം വരെ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. എൻ്റെ പാസ്റ്ററെ, എൻ്റെ ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. പാസ്റ്റർ TG ഉമ്മച്ചൻ അപ്പച്ചനോടും പാസ്റ്റർ BA ഫിലിപ്പ് സാറിനോടും ഒക്കെ സഹകരിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ വചനത്തിന്റെ നിശ്ചയം എൻ്റെ ഹൃദയത്തിൽ ലഭിച്ചതുകൊണ്ട് ഇന്നും ഈ വചനമാണ് എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനിടയായത്. അനേക അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എത്ര നല്ലവൻ, എൻ്റെ കർത്താവ് എത്ര നല്ലവൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതവും കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ഭാര്യയുടെ പേര് ഓമന, പുനലൂരാണ് സ്വദേശം. ഞങ്ങളുടെ വിവാഹ ജീവിതം കഴിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട 3 മക്കളെയും 3 മരുമക്കളെയും 6 കൊച്ചുമക്കളെയും കർത്താവ് തന്നു. അനുഗ്രഹീതമായി കർത്താവിൻ്റെ വേല കഴിഞ്ഞ 49 വർഷമായി മാരാമണ്ണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇത്രത്തോളം അനുഗ്രഹിച്ച എൻ്റെ കർത്താവിനെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്ന് പറയുമ്പോഴും എനിക്കൊത്തിരി അനുഭവങ്ങൾ. അതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, സമയം പോയെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ദിവസം തലവടിയിൽ വെച്ച് ഞാൻ വളരെ വിശന്നവനായിട്ട് തീർന്നു. എനിക്ക് പറയാനുള്ളത്, അന്നന്നത്തെ ആഹാരം നിന്ന് പോറ്റുന്ന ഒരു ദൈവം. അതുകൊണ്ട് എൻ്റെ ജീവിതം, വിശ്വാസ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച ഒരു അനുഭവം പറയാം. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം തന്നില്ല.
എന്നെ വിശ്വാസത്തിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ആഹാരം തരത്തില്ലായിരുന്നു, വസ്ത്രം തരത്തില്ലായിരുന്നു, പഠിക്കാൻ എന്നെ അനുവദിക്കത്തില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അന്നൊരു ദിവസം ഭക്ഷണം തന്നില്ല, രണ്ടാം ദിവസവും ഭക്ഷണം തന്നില്ല. അന്ന് രണ്ടാം ദിവസം എനിക്ക് തലവടിയിൽ നിന്ന് എടത്തുവായിക്ക് ഒരു മീറ്റിങ്ങിന് പോകണം. ആ മീറ്റിങ്ങിന് പോകാൻ കാരണം വാര്യാപുരം ജോനാച്ചായൻ, കൂടൽ കുഞ്ഞിച്ചായൻ എന്നീ പ്രവാചകന്മാർ എടത്തുവായിൽ കാണിയാട്ട് ജോർസാറിന്റെ വീട്ടിൽ മീറ്റിംഗ് നടത്താൻ വരുന്നു എന്ന് കേട്ടു. അങ്ങനെ പോകാൻ, അഭിഷേകം പ്രായപ്പാനുള്ള കൊതിക്ക് വേണ്ടി പോകാനുള്ള ഒരുക്കമാണ്. പക്ഷെ വീട്ടുകാര് ആഹാരം തന്നില്ല. 10 പൈസ വണ്ടിക്കൂലി മതി അവിടെ തലവടി നിന്ന് എടത്തുവാക്കിയതല്ല. എൻ്റെ കയ്യിലോട്ട് പൈസയുമില്ല. എങ്ങനെയിലൂടെ പോകണം ഞാൻ തീരുമാനിച്ചു. എൻ്റെ കാക്കി നിക്കറും വെള്ള ഉടുപ്പുമാണ് അന്നത്തെ സ്കൂൾ യൂണിഫോം. അത് എടുത്തിട്ടോണ്ട് ഞാൻ നടന്ന് എടത്തുവായി ചെന്നപ്പോൾ മണി 11:30 കാണും. എനിക്ക് നല്ല വിശപ്പ്. കാരണം തലേ ദിവസം ഭക്ഷണം കഴിച്ചതല്ല, അന്ന് ഭക്ഷണം കഴിച്ചതല്ല. നല്ല ദാഹം, നല്ല ക്ഷീണം. എടത്തുവായി ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ബോർമ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട. അവിടെ ഇങ്ങനെ അടുക്കി അലമാരിക്കകത്ത് ബന്നിങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു പാളി ഇങ്ങനെ തുറന്നും കിടക്കുന്നു. ഞാനിത് കണ്ടുകൊണ്ട് അവിടെ നിന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു, ദൈവമേ, എനിക്കൊരു ബന്ന് കിട്ടിയിരുന്നെങ്കിൽ. വിശന്ന് ദാഹിച്ച ഞാൻ മുന്നോട്ട് നടക്കുമ്പോഴും ഞാൻ പുറമോട്ടാണ് നോക്കുന്നത്. അലമാരിയെ തന്നെ ഇങ്ങനെ നോക്കുക. ഞാനൊരു 15 അടി ദൂരം നടന്നു കാണും. എവിടുന്നോ പറന്നു വന്ന ഒരു കാക്ക തുറന്നു കിടന്ന് അലമാരിക്കകത്തുനിന്ന് ഒരു ബന്നു കൊത്തിയെടുത്ത് പറന്ന് എൻ്റെ തലയ്ക്ക് മീതെ പോയിട്ടുണ്ട്. ഞാൻ 2 കൈ കൊണ്ട് ആ ബന്നെടുത്തു. ആ പള്ളിപ്പാലം, ഇന്നത്തെ പാലമല്ല, പണ്ടത്തെ തടിപ്പാലത്തിന്റെ കൈവരിയെ ചാരി നിന്നുകൊണ്ട് ഞാൻ ആ ബന്ന് തിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നിറയാനത് മതിയായിരുന്നു. വയറ് നിറച്ച് ഒരു കല്യാണത്തിന് ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ വയറ് നിറഞ്ഞു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ആദ്യം സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഈ അനുഭവം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ തലവടി കുഞ്ഞുമൻചായൻ പറഞ്ഞു, എന്നെ കരുണ എന്നാ വിളിക്കുന്നത്, കരുണ, ഏലിയാവിനെ ദൈവം കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചത് ഈ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചിട്ടില്ല. ഏലിയാവിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഏലിയാവിന്റെ ദൈവം കാക്കയെ കൊണ്ട് തന്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നെന്ന് എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. പാസ്റ്ററെ, അന്നു മുതൽ ഇന്നു വരെ ഞാൻ വിശ്വാസ ജീവിതം നയിക്കുന്നു. എൻ്റെ ഓരോ മിഷണറി യാത്രയും വിശ്വാസ ജീവിതമാണ്. അന്നന്നത്തെ ആഹാരം തരുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാക്കി നിക്കറും വെള്ള ഉടുപ്പുമാണ് എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് കൊണ്ട് വേണം എനിക്ക് സഭായോഗത്തിന് പോകാൻ. വെള്ളി, ശനി, ഞായർ ഇടണം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ ഒറ്റ ജോഡി ഡ്രസ്സ് വേണം എനിക്ക് സ്കൂളിൽ പോകാൻ. ഞാൻ ഒരു ദിവസം ദൈവത്തോട് വന്ന്, കർത്താവേ, എനിക്കൊരു വെള്ള ഉടുപ്പ് തരണം. സഭായോഗത്തിന് പോകാൻ ഒരു വെള്ള ഉടുപ്പ് വേണം. കൃപ. അന്ന് സഭായത്തിന് വരുന്നവരെല്ലാം വെള്ള ഉടുത്തോണ്ടാ വരുന്നത്. ഈ എല്ലാവരും കൂടെ വന്ന് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഈ കൊച്ചരിപ്രാക്കൾ ഇരിക്കുന്ന പോലെ അങ്ങ് തോന്നുക. വെള്ള എല്ലാവരും, എൻ്റെ ദൈവമേ, എനിക്കൊരു വെള്ള ഷർട്ട് വേണമല്ലോ. അന്ന് ഞാൻ ആഗ്രഹിച്ചു മാത്രമല്ല, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു. എനിക്ക് വെള്ളം ഉടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്. അന്ന് എനിക്കൊരു കപ്പലണ്ടി കച്ചവടം ഉണ്ട്. കപ്പലണ്ടി കച്ചവടം 1 പൈസയ്ക്ക് 4 വീതം കപ്പലണ്ടി വിൽക്കും. അന്ന് 1.25 രൂപ കൊടുത്ത കപ്പലണ്ടി വാങ്ങിച്ചാൽ എൻ്റെ അമ്മ അത് വറുത്ത് തന്ന് ഞാനത് കൊണ്ടുപോയി നാട് നീളം വിൽക്കും. കപ്പലണ്ടി എന്ന് പറഞ്ഞ് വിൽക്കും. 1 പൈസയ്ക്ക് 4 കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് വഴി തിന്നാതെ കൊടുത്താൽ 1.25 രൂപ കൂടെ ലാഭം കിട്ടും. ഇത്ര ലാഭമുള്ളൊരു കച്ചവടം വേറെ ഇല്ല, കപ്പലണ്ടി കച്ചവടം.
സ്തോത്രം. കൃപയാൽ അതിനകത്തുനിന്ന് കാലണ അരണയുള്ള സമയം, കാലണ അരയണ, ഇതൊക്കെ ഞാൻ ഒരു ഡെപ്പിക്കകത്തിട്ട് ഇങ്ങനെ പാത്തു വെക്കും. എന്തിനാ? എനിക്കൊരു ഉടുപ്പ് വാങ്ങിക്കണം, തുണി എടുക്കണം, തയ്പ്പിക്കണം. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു ദിവസം ഇങ്ങനെ കരുതി വെച്ചോണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു സഭായോഗത്തിന് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ തലവടി ദൈവസഭയുടെ ഹോള് ഓലഷെഡാ, ചെറ്റയൊക്കെ ഓലയാ, മറ റൂഫ് ഓലയാ. അന്ന് പാസ്റ്റർ പറഞ്ഞു, നമുക്കിതൊക്കെ ചോരുന്നു, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറി ഷീറ്റൊക്കെ ഇടണം, എല്ലാവരും ഒന്ന് സഹായിച്ചാൽ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തര് 50 തേങ്ങ, 2 പറ നെല്ല്, അവിടെയൊക്കെ കൃഷിയും തേങ്ങയൊക്കെ അല്ലേ, കൊടുക്കുക. ചിലർ 10 രൂപ, ചിലർ 50 രൂപ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നപ്പം ഞാനവിടെ അങ്ങ് കുനിഞ്ഞിരിക്കുക. കർത്താവേ, ഞാൻ മാത്രമേ വീട്ടിൽ നിന്നുള്ളല്ലോ, എനിക്കൊന്നും കൊടുക്കാനില്ലല്ലോ എന്നുള്ള വിഷമം എൻ്റെ ഹൃദയത്തിൽ തടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നു. എൻ്റെ പേര് വിളിക്കല്ലേ, എനിക്കൊന്നും പറയാനില്ലല്ലോ എന്നുള്ള ചിന്തയിലിരിക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഉടുപ്പ് വാങ്ങിക്കാൻ വെച്ചേക്കുന്ന പൈസ എത്രയെങ്കിലും ഉണ്ടെങ്കിലും കർത്താവേ ഞാൻ തന്നേക്കാവെന്ന് ദൈവത്തോട് പറഞ്ഞു. മനുഷ്യരോട് പറഞ്ഞില്ല, ദൈവത്തോട് പറഞ്ഞു. സഭ ഇതിനകത്തുനിന്ന് ചില ആത്മീയ മർമ്മങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കട്ടെ. സ്തോത്രം. എൻ്റെ ഭാരവും മനസ്സും ഹൃദയം തകർന്നതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു. സഭായം കഴിയുകയും ഒറ്റ ഓട്ടത്തിന് വീട്ടിൽ ചെന്ന് ആ ഡെപ്പി എടുത്ത് പൊട്ടിച്ച്, വീട്ടുകാർ കാണാതെ, കണ്ടാൽ അവർ വാങ്ങിക്കും, വീട്ടിൽ അരി വാങ്ങിക്കാനൊക്കെ വാങ്ങിക്കും. ഞാനൊരു പേപ്പറിനകത്ത് എടുത്ത് അതെല്ലാം കൂടെ പെട്ടെന്ന് പൊതിഞ്ഞ്, എണ്ണി പോലും ചെയ്തില്ല, പൊതിഞ്ഞ് നേരെ ഒറ്റ ഓട്ടവാ തലവടി കുഞ്ഞുമൻചാന്റെ പാസ്റ്ററുടെ വീട്ടിലോട്ട് ഓടി. ഞാൻ ഇത് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുകയും അദ്ദേഹം ഇതിങ്ങനെ തുറന്നേച്ച് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞുമൻചാന്റെ 2 കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകുക. ഞാൻ പറഞ്ഞു, കുഞ്ഞുമൻചായ, എനിക്ക് ഇതേ ഉള്ളു തരാൻ, ഇത് ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കണം, എണ്ണി പോലുമില്ല. ആമീൻ. ആ ദൈവദാസന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുന്ന് വീട്ടിൽ പോയി. ഞാൻ ആരോടും പറഞ്ഞില്ല, കുഞ്ഞുമൻസാനോടും പറഞ്ഞില്ല ഉടുപ്പ് വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന കാശാണെന്ന്, ആരോടും പറഞ്ഞില്ല. എല്ലാ ഞായറാഴ്ച വൈകിട്ടും ഞങ്ങളുടെ തലവടി ദൈവസഭയുടെ സെക്രട്ടറിയാണ് മണലേപ്പറമ്പിലെ ബേബിച്ചാൻ എന്ന് പറയുന്നത്. അദ്ദേഹം നിത്യതയിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും രാത്രിയോഗമുണ്ട്. പതിവ് പോലെ ഈ കുഞ്ഞുമനച്ചാനും കത്രാമ്പലെ രായിഷാനും ജെയിംഷായനും രാജീവ് എബനേസറും രാജൻ ബാബു ഇവരെല്ലാം കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ ഒന്നിച്ചു പോവാം. ഒന്നിച്ചു പോയി അവിടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ അമ്മച്ചി ഞങ്ങൾക്ക് കടുങ്കാപ്പി പിന്നെ ബോണ്ടായും പരിപ്പോടൊക്കെ തന്നു. ഞങ്ങളതെല്ലാം കഴിച്ച് അവിടുന്ന് ഇറങ്ങി 1-2 വളവ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ബേബിച്ചായൻ പുറകെ ഓടി വരിക. കരണാ അവിടെ നിൽക്കുന്ന ഉറക്ക ശബ്ദം വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നു. എൻ്റെ പാസ്റ്ററെ, ഈ ദൈവദാസനോട് ഈ അച്ചായന് ബേബിച്ചായൻ ഓടി വന്ന് പറയുക, എടാ നീ നോക്കിക്കേ, ഇത് നിനക്ക് ചേരുവോന്ന്. ഒരു പൊതി ഇതുപോലൊരു കടലാസ് മതിയെന്ന് പറയുക, നിനക്ക് ചേരുവോന്ന് നോക്ക്. ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ ഇതിങ്ങനെ നോക്കി എടുത്തു. ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഭാഷ 1-ാം ക്ലാസ് ഒരു വെള്ള ഷർട്ട്, ഇന്ന് ഞാൻ ഇട്ടേക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു വെള്ള ഷർട്ട്. ഞാൻ ചോദിച്ചു, ബേച്ചായ ഇത് എവിടുന്നാ? എടാ, അത് റാന്നിയിലെ കൊച്ചുണ്ണിച്ചായൻ അമേരിക്കയ്ക്ക് പോയപ്പം ഇവിടെ കൊണ്ടുവന്ന ഷർട്ടാ. എൻ്റെ മകന് വേണ്ടി, ബേച്ചാന്റെ മൂത്ത മോന് വേണ്ടി കൊണ്ടുവന്നതാ. അവന് വലിയ വണ്ണമാ, അവന് ചേരത്തില്ല. ഇന്നലെ രാത്രിയിൽ എനിക്ക് തോന്നി ഇത് ചിലപ്പോ കരുണാകരന് ചേരുവായിരിക്കുമെന്ന്. ഇന്നലെ രാത്രി തോന്നി. നോക്കാൻ കരുണാകരൻ എൻ്റെ കൈവശമുണ്ടായിരുന്നത് സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തപ്പോൾ തലേ രാത്രിയിലെ ബേബിച്ചാനെ തോന്നിച്ചു ആ ഉടുപ്പ് കരുണാകരന് ചേരുമായിരിക്കുമെന്ന്. ഞാൻ ആ ഷർട്ടിട്ടുകൊണ്ട് എത്ര നാള് ആരാധനയ്ക്ക് പോയി. 1-ാം ക്ലാസ് ഒരു വെള്ള ഷർട്ട്, അമേരിക്കൻ ഷർട്ട്. ഇങ്ങനെ കരുതുന്നൊരു ദൈവം, ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം, അന്നവസ്ത്രാദി നന്മകൾ തന്ന് നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവം. പക്ഷേ
എനിക്കൊരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാതിരിക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഫിലിപ്പിയർ 4:6-7 പിന്നെ നിങ്ങൾ ഇത് വായിച്ച് ധ്യാനിക്കണം. കഴിഞ്ഞ നാളുകളായി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ദുരാഗ്രഹങ്ങളല്ല, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. വേണ്ടാത്തതിനു വേണ്ടി പ്രാർത്ഥിക്കരുത്. അന്നന്നത്തെ ആവശ്യങ്ങൾ തന്ന് പോറ്റി പുലർത്തുന്ന ദൈവം, കരുതുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഒരിക്കൽ 55 പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്തിനാണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ജോഡി ഡ്രസ്സാ എനിക്കുള്ളത്, ഒരു കാക്കി നിക്കറും വെള്ള ഉടുപ്പും. അന്ന് എനിക്ക് മേരുകോവന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകണം, പക്ഷേ 4 മണി വരെ, ശനിയാഴ്ച 4 മണി വരെ ഞാൻ ഈ 55 പൈസയ്ക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചു. എന്തിനാ 55 പൈസ? 30 പൈസ തലവടിയിൽ നിന്ന് കാവും ഭാഗത്തിന് വണ്ടിക്കൂലി, 25 പൈസ എൻ്റെ കാക്കി നിക്കറും വെള്ള ഉടുപ്പും അലക്കാൻ ഒരു കെട്ട സോപ്പ് വാങ്ങിക്കാൻ. ഇത് രണ്ടും എനിക്ക് ദൈവം തന്നില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടെന്ന് വരത്തില്ല. ദൈവമക്കളെ, ആകുല ചിന്ത വരല്ലേ, ഭാരപ്പെടരുത്. വിചാരപ്പെട്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതം വിട്ടുപോകരുത്. സുവിശേഷ വേല അവസാനിപ്പിക്കരുത്. കരുതുന്ന ദൈവം ജീവിക്കുന്നു. ആമേൻ. പൈസ ഇല്ലാതെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി നടന്നു, വേദപുസ്തകം കയ്യിലെടുത്ത് തലവടിയിൽ നിന്ന് ഞാൻ നടക്കുക. കാവും ഭാഗം വരെ പോകണം, എനിക്ക് മീറ്റിങ്ങിന് കൂടണം, അതിനുവേണ്ടി പോകുകയാണ്. ഞാൻ നടന്ന് കാവും ഭാഗത്ത് എന്നപ്പോൾ മണി 6 കാണും. അതിനു മുമ്പേ പറയേണ്ട കാര്യം പറഞ്ഞില്ല. കാക്കി വെള്ള ഉടുപ്പും പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ട് വെള്ള ഉടുപ്പും കാക്കി നിക്കറും ഞാൻ കഴുകിയിട്ടു, സോപ്പില്ലാതെ കഴുകിയിട്ടു. 4 മണിയായപ്പോൾ അത് ഒരുവിധം ഉണങ്ങി. കാക്കി നിക്കർ ഒട്ടും ഉണങ്ങിയിട്ടില്ല. പക്ഷെ എടുത്തിട്ടോണ്ട്, വെള്ള ഉടുപ്പ് എടുത്തിട്ടോണ്ട്, വേദപുസ്തകം എടുത്തുകൊണ്ട് നടന്നു. കാമ്പാത്ത് എന്നപ്പോഴത്തെ നിക്കർ ഉടുപ്പൊക്കെ ഉണങ്ങി. പക്ഷേ ആ കാവുംഭാഗം ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഒരു സഹോദരി, നീരറ്റുപുറത്ത് ഞാൻ മുമ്പേ പറഞ്ഞ കത്തനാറുമ്പലെ രായിഷാന്റെ ഇളയ പെങ്ങൾ, ഇന്നവൾ അമേരിക്കയിലാണ്, റോസമ്മ, പകലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് തലവടിക്ക് പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുക. എന്നെ കണ്ടുകൊണ്ട്, ഞാൻ നടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഓടി വന്ന് എൻ്റെ പോക്കറ്റിൽ എന്തോ ഇട്ടേച്ച് അവള് ബസ് കയറിപ്പോയി. ഞാൻ അവിടുന്ന് പിന്നെ നടക്കണം മേരുകോന്റെ വീട്ടിൽ. ഞാൻ അവിടെ ചെന്ന് ആദ്യം മേരുകോന്റെ വീട്ടിൽ കയറിയിട്ട് ഈ പൊതിയെടുത്തു. ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഇരട്ട വരെ ഇട്ട പേപ്പർ, പകർത്തെഴുതത്തില്ലേ, പണ്ട് പകർത്തെഴുതിയിട്ടില്ലേ, ഇരട്ട വരെ ഇട്ട പേപ്പർ. ആ പേപ്പറിനകത്ത് പൊതിഞ്ഞു കുറച്ച് പൈസയാ. എൻ്റെ പാസ്റ്ററെ, ഞാൻ അവിടുന്ന് എണ്ണി 5ഉം 10ഉം പൈസ ഞാൻ എണ്ണി നോക്കിയപ്പോൾ സൂക്ഷം 55 പൈസയുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാനിത് രാവിലെയല്ലേ ചോദിച്ചേ, നീ ഇപ്പോഴെന്തിനാ തന്നെ? എനിക്ക് അപ്പോൾ മനസ്സിലായി, എനിക്ക് അന്നേരമായിരുന്നത് ആവശ്യം. കാരണം പിറ്റേ ദിവസം ഞായറാഴ്ച 25 പൈസ സ്തോത്രകാഴ്ച ഇടാനുമായി, 30 പൈസ ഉച്ചക്കത്തെ വെയിൽ കൊള്ളാതെ വണ്ടി കയറി വീട്ടിൽ പോകാനുമായി. കരുതുന്ന ദൈവം ആവശ്യങ്ങളുടെ നടുവിൽ പോറ്റി പുലർത്തുന്ന, കരുതുന്ന ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്കിന്ന് എൻ്റെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷിതാവ്, യേശു കർത്താവ് മാത്രം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുവിന് മാത്രമേ നമ്മളെ പാപത്തിൽ നിന്ന് മോചനം തരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശുവിനെ പ്രസംഗിച്ച് ജീവിതം അവസാനിക്കണം. പ്രൈസ് ദി ലോർഡ്. കരുതുന്ന ദൈവം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈ വർഷത്തെ ദൈവം തന്ന ആപ്തവാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്ററെ, ഇത്രത്തോളം അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജിനോടുള്ള ഹൃദയംഗമായ
പ്രിയ റേച്ചൽ മാത്യുവിനോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഓക്കെ, ദേവദാസനെ കഥാദാസൻ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ നടന്ന ഒരു കാലഘട്ടം കഥാദാസൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ടി ജി ഉമ്മച്ചനപ്പച്ചന് എന്നിത്യാദി ആൾക്കാരുടെ കൂടെ ശിഷ്യത്വം അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ കരങ്ങളിൽ നിന്ന് നമ്മൾ പ്രാപിച്ചതും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പുതുതലമുറയ്ക്ക് എന്തു സന്ദേശമാണ് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് ഷെയർ ചെയ്യുവാനുള്ളത്? അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നാം ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കണം. ഇന്നത്തെ ഉപദേശ പിശകുകളിൽ, പ്രോസ്പെരിറ്റി തിയോളജിയിൽ അതുപോലെയുള്ള ഒന്നിലും കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ദൈവദാസന്മാരിൽ കൂടെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെയുള്ള വ്യാഖ്യാന വരങ്ങളും കൃപകളും പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിച്ച് ദൈവം തന്നെ വഴി നടത്തും. അത് വിശ്വാസ ജീവിതമാണ്. ദൈവമാണ് കരുതുന്നത്, ദൈവമാണ് കാക്കുന്നത്. ഈ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ ഏത് രാജ്യത്തും യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാനിടയായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷിയാകും. ഞാൻ എൻ്റെ വീട്ടിൽ സാക്ഷ്യം തുടങ്ങി. പുതുതലമുറയോട് എനിക്ക് പറയാനുള്ളത്, ആമേൻ, ഞാൻ എൻ്റെ വീട്ടിൽ സാക്ഷ്യം തുടങ്ങി, എൻ്റെ ചുറ്റുപാടുകൾ സാക്ഷ്യം തുടങ്ങി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പല പ്രാവശ്യം പോയി. കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ പോയി. ഇന്ത്യയുടെ അനേക സ്ഥലങ്ങളിൽ ഞാൻ യേശുവിനെ സാക്ഷിച്ചു. എങ്ങനെ പോയി? വിശ്വാസത്താൽ പോയി. ആര് വണ്ടിക്കൂലി തന്നു? കർത്താവ് തന്നു. സ്തോത്രം. കരുതുന്ന ദൈവം ജീവിക്കുന്നു, കരുതുന്ന ദൈവം ജീവിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പുതുതലമുറ, ആമേൻ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. മാത്രമല്ല, ആദ്യത്തെ എൻ്റെ വിദേശയാത്ര സിലോണിലായിരുന്നു. ഇന്ത്യക്ക് ഏറ്റവും അടുത്ത സ്ഥലം സിലോണാണ്. അവിടെ പോയി ജാഫ്നയിൽ വരെ യേശുവിനെ സാക്ഷിപ്പാൻ ദൈവം ഇടയാക്കി. പിന്നെ ദുബൈയില് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വിശ്വാസത്താൽ കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. 2013 2024 അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി യേശുവിനെ സാക്ഷിപ്പാൻ കർത്താവ് ഇടയാക്കി. അനേക മൈലുകൾ വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നടന്ന് തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു ദിവസം തന്നെ 1ഉം 2ഉം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുവാൻ, എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുവാൻ അമേരിക്കയിൽ ദൈവമക്കളെ ഒരുക്കി. ദൈവം എന്നെ കരുതി. ഞാൻ ഇന്നും പണം സമ്പാദിച്ചിട്ടില്ല. ഇന്നും എൻ്റെ അക്കൗണ്ട് ബാലൻസ് 0 ഞാൻ ഇന്നും വിശ്വാസത്താൽ ജീവിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. എനിക്ക് പുതുതലമുറയോട് പറയാനുള്ളത്, കരുതുന്നൊരു ദൈവമുണ്ട്, പോറ്റുന്നൊരു ദൈവമുണ്ട്, പുലർത്തുന്നൊരു ദൈവമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട തലമുറ. എനിക്ക് ഏറ്റവും അനുഗ്രഹം എൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ ഫെബ്രുവരി അടുത്ത മാസം 14-ാം തീയതി ആകുമ്പോൾ ഞങ്ങളുടെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് 46 വർഷമാകുകയാണ്. 2 രൂപ കൊണ്ട് വിവാഹ ജീവിതം കഴിഞ്ഞ് 2 രൂപ കൊണ്ട് മാരാമണ്ണ് ഞങ്ങളുടെ ഒരു കിടക്കയും കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കാൻ 2 അലുമിനിയം പാത്രയും മാരാമണ്ണ് കൺവെൻഷൻ സമയത്ത് വാങ്ങിച്ച് അതുകൊണ്ട് ജീവിതം തുടങ്ങിയതാണ്. ഇന്നും കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ പുസ്തകം ചുമന്നവരെ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, എനിക്ക് തലമുറയോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടുമില്ല. കൃപ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസുള്ള ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത പ്രവാചകനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവമായിട്ടും അത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് അക്ഷരീയമായി അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് പകല് ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലെ തുറന്ന് നമ്മെ മാനിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ കരങ്ങളിൽ
പ്രിയ കർത്താവിൻ്റെ ദാസനെ സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം, തൻ്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കാം, എളിയവരെയും ദൈവകരങ്ങളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ജോയ്സ് ടിവിയിൽ ഇന്ന് അങ്ങയുടെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ടിവിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് ലീഡ് ചെയ്യുന്ന നിന്റെ മക്കൾ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ സ്നാനപ്പെടുവാൻ, അനേകർ സത്യദൈവത്തെ അറിയുവാൻ ഇത് കാരണമാക്കുമാറാകണമേ. യേശു കർത്താവേ, ഇത് കേൾക്കുന്ന, ഇത് ധ്യാനിക്കുന്ന, ഈ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇനി അനേകര് ഈ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ ചാനലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അന്നന്നത്തെ ആവശ്യങ്ങൾ തന്ന് കരുതുന്ന വലിയവനായ കർത്താവ് ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ ബലമുള്ള കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. Praise the Lord.